ഇതാരായിരുന്നു? ഗ്ലോബൽ ബ്രാൻഡ് ഇതാരാ? ഹൂ ഇസ് ദിസ്? She turned a mother's fear into a global brand. A rash on her baby started $1 billion business to some Jessica Alba. Oh, Jessica Alba built the Honest Company. Yep. ജെസിക്ക ആൽബ 2008 പുള്ളിക്കാരത്തേക്ക് ആദ്യത്തെ ചൈൽഡ് ഉണ്ടാവുന്നത്. പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോമൺ ബേബി ഡിറ്റർജൻസ് ആയിരുന്നു. അതേപോലെ ന്യൂ ബോൺ വർക്കൗട്ടിങ് ഹൈപ്സ് എന്താണോ അത്. ദാറ്റ് മൊമെന്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. വാവ്. ഷീ ഡഗ് ഡീപ്പർ. ഇവരുടെ സേഫ് പ്രൊഡക്ട്സ് ഫിൽഡ് വിത്ത് ടോക്സിക് കെമിക്കൽസ്. എല്ലാ സാധനവും നല്ല കെമിക്കൽ വെച്ചായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈവൻ വൺസ് മാർക്കറ്റ് ഫോർ ബേബീസ്. ബേബീസിന് വേണ്ടി മാർക്കറ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഷീ ഫെൽറ്റ് ബിട്രൈഡ് ആൻഡ് ഡിസൈഡഡ് ടു ആക്ട്. അവിടെയൊന്നും പുള്ളിക്കാരത്തി വിട്ട് കൊടുത്തില്ല. അവൾ നേരെ പുള്ളിക്കാരത്തി ആക്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരത്തിൻ്റെ കമ്പനിയാണ് ഇത്. ഫാമിലീസിന് വളരെ സേഫർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആക്ച്വലി പ്രൊഡക്റ്റുകൾ പുള്ളിക്കാരത്തി വിൽക്കുന്നുണ്ട്. ഹിഡൻ കെമിക്കൽസ് ഇല്ല, മിസ്ലീഡിങ് ലേബിൾസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഹോണസ്റ്റി ആയിരുന്നു പുള്ളിക്കാരത്തിൻ്റെ മുഖമറ്റ. ഇൻവെസ്റ്റേഴ്സ് ലാഫ്റ്റ്. വൗ. ടു ദം ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ആക്ട്രസ് വിത്ത് എ സൈഡ് ഹസിൽ. സത്യം, ഇൻവെസ്റ്റേഴ്സൊക്കെ ലാഫ് ചെയ്യും. കാരണം പുള്ളിക്കാരത്തേക്ക് ആക്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ പുള്ളിക്കാരത്തേക്ക് പണിയുണ്ട്. അത്രയേ ഉള്ളൂ. ബട്ട് ഷീ റിക്വസ്റ്റ് ടു പുട്ട് ആൻഡ് ഫൗണ്ട് ബിലീവേഴ്സ്. ഓക്കെ. ദ ഹോണസ്റ്റ് കമ്പനി ലോഞ്ച്. ഇതാണ് ദ ഹോണസ്റ്റ് കമ്പനി. അതാണ് പുള്ളിക്കാരത്തിൻ്റെ. ബേബി വൈപ്സ്, ഡയപ്പേഴ്സ് ആൻഡ് സോപ്സ്. നോൺ ടോക്സിക്, ക്ലീൻ, മിനിമലിസ്റ്റിക്, പാരൻസ് ലവ്. കിടലൻ സാധനമാണ് പുള്ളിക്കാരത്തി ഇറക്കി വിട്ടേക്കുന്നത്. The buzz was instant. Celebrities raved. Moms became evangelists. Within 2 years, the Honest Company is hit a 1 billion valuation. 2 വർഷം കൊണ്ട് 1 ബില്യൺ വാല്യുവേഷൻ. അത് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം 1 ബില്യണോളം പുള്ളിക്കാർക്ക് വാല്യുവേഷൻ ആക്ച്വലി ഉണ്ടാക്കി. വാവ്, അത്രയും ബില്യണോളം വാല്യുവേഷൻസ്. ദെൻ കെയിം ദ ബ്ലാക്ക് ക്ലാസ്, ലോസ്യൂട്ട്സ്, മീഡിയ ഡൗട്ട്, ഇൻഡസ്ട്രി ക്രിറ്റിസിസം, എല്ലാവരും. ഈസ് ഹോണസ്റ്റി റിയലി ഹോണസ്റ്റ്? പുള്ളിക്കാരത്തിനും അങ്ങനെ പണി കിട്ടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. Jessica did not fold. She doubled down on testing and transparency. Reformulated, rebranded, studied business to become a stronger CEO. In 2011, the Honest Company went public. എൻ്റെ അമ്മ, ഹോണസ്റ്റ് കമ്പനി ഇപ്പം പബ്ലിക്കാണ്. അതേപോലെ തന്നെ 1.4 ബില്യൺ വാല്യുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആൽബിൻ്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 80 മില്യനാണ്. ആക്ടേഴ്സ് ആഡ് ബിക്കം എ റിയൽ ബിസിനസ് മെറ്റീരിയൽ. സീന് ഇങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. അതായത് പുള്ളിക്കാരത്തി ആ കൊച്ചുണ്ടായിരുന്ന സമയത്താണ് പുള്ളിക്കാരത്തിക്കുണ്ടായ ആ സ്ട്രഗിൾസാണ് പുള്ളിക്കാരത്തിന് ആക്ച്വലി ഇങ്ങനെ കുറച്ചും കൂടെ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചു. സത്യം പറയാലോ, പുള്ളിക്കാരത്തിൻ്റെ കുറേയധികം സിനിമകളുണ്ട്. ഇന്ന് നമ്മുടെ പോൾ വാക്കറിൻ്റെ കൂടെ ആക്ച്വലി ഒരു സിനിമയുണ്ട്. അതേപോലെ തന്നെ പിന്നെ പോൾ വാക്കറിൻ്റെ കൂടെയാണ്. പിന്നെ ജേസൺ സ്ഥാപനത്തിൻ്റെ കൂടെ ഒരു പടമുണ്ട്. അത് നല്ല കിടലം പടമാണ്. അതൊരു നല്ലൊരു ഇതാണ്. എന്താ എന്തുണ്ടായിരുന്നു മറ്റേ ഇതിലുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഈ ത്രില്ലർ, അതേപോലെ ഈ നമ്മൾ ഈ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി, അതൊക്കെയാണ് ആ ഒരു പടത്തിലുള്ളത്. അതേപോലെ തന്നെ പുള്ളിക്കാരത്തിൻ്റെ വേറൊരു പടം കൂടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് മറ്റേ ഫാൻറ്റാസ്റ്റിക് വേൾഡിൽ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരത്തിനെ അങ്ങനെ ആ സിനിമയിലാണ് പുള്ളിക്കാരത്തിനെ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ സിനിമകളിലെല്ലാം പുള്ളിക്കാരത്തിനെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. യപ്പ്. പുള്ളിക്കാരത്തിനോട് ചെറിയൊരു ക്രഷൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. പക്ഷെ എനിക്ക് ആദ്യത്തെ ആ മോങ്കം കണ്ടപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല. യെസ്, ആ സിനിമയുണ്ട്.